അകത്ത് കയറി വന്ന് എഴുതി വെച്ചേക്കണ ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് അറിയുമോ? അതെ, നമ്മുടെ മുസ്തലിക് മൈതാനിയിൽ തന്നെ. മെട്രോ ഇറങ്ങി വരുമ്പോൾ തന്നെ മനോഹരമായ കുറേ വാട്ടർ ഫൗണ്ടനുകളാണ് നമ്മൾ ഇവിടേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കണം. പിന്നെ ബ്യൂട്ടിഫുള്ളായി സെറ്റ് ചെയ്തേക്കണ കുറേ ഗാർഡൻസും ഉണ്ട്. എന്തുകൊണ്ടും ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ആംബിയൻസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പൺ സ്പേസിൽ ബർത്ത്ഡേ സെലിബ്രേഷനും മറ്റ് സെലിബ്രേഷൻസും ഒക്കെ നടത്താൻ പറ്റിയ ഏരിയ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരെ എന്തായാലും ഈ സ്ഥലം കീഴടക്കിയേനെ. പിന്നെ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണുള്ള മരമാണ്. സൂക്ഷിച്ചൊന്നും നോക്കണ്ട, ഇത് ആപ്പിൾ തന്നെയാണ്. പിന്നെ എന്ത് കിട്ടിയാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എന്തേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. ഇനി നമുക്കിവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ബേസിക്കലി ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നതെല്ലാം ഇവിടുത്തെ നാച്ചുറൽ കോസ്റ്റ്യൂംസും സുവനീറുകളും പിന്നെ പുരാതനമായ കുറേ വസ്തുക്കളൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ ബുക്ക് സ്റ്റോൾസും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, നമ്മൾ ഈ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആൻറ്റീക്കായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വസ്തുക്കളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ ഷോ പീസുകൾ ഇവിടെ കിട്ടും. പിന്നെ പല വെറൈറ്റിയിലുള്ള വാച്ചുകൾ ഇവിടെ കണ്ടു. പിന്നെ ആൻറ്റിക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ ക്യാമറകൾ, പിന്നെ ഒരു ഉമ്മൂമ്മ അവിടെ റോഡിൽ തന്നെ ഇരുന്നിട്ട് മേക്കപ്പ് ഇടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആണ്. എല്ലാ വശങ്ങളിലും മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വളരെ വലിയൊരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഒരുപാട് ഗെയിം സ്പോട്ടുകൾ നമുക്ക് ഇതിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. ഇനി ഫ്രിഡ്ജിൻ്റെ വ്യത്യസ്തമായൊരു ഉപയോഗം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, സ്റ്റാച്ചു വെക്കാനും ഫ്രിഡ്ജ് ഉപയോഗിക്കാം. നിമിഷ നേരം കൊണ്ട് മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരുപാട് ചിത്രകാരന്മാരെ ഞാനിവിടെ കണ്ടു. അതിലെനിക്ക് ഏറ്റവും അനുഗ്രഹീതനായി തോന്നിയ ഒരു കലാകാരനാണ് ഇദ്ദേഹം. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ ടർക്കിഷ് ഐസ്ക്രീമുകളും ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നടന്ന മനോഹരമായ ഒരു കൾച്ചറൽ ഷോ കണ്ടാലോ?